നമസ്കാരം. മാന്യപ്രേക്ഷകർക്ക് ആസ്ട്രോ മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ പ്രമോദ് പണിക്കർ പെരിങ്ങോട്. ഇന്നത്തെ അധ്യായത്തിൽ ചന്ദ്രൻ്റെ ഇടവരാശി സ്ഥിതിയുടെ ഫലമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇടവൻ രാശി എന്ന് പറയുമ്പോൾ ശുക്രൻ്റെ ക്ഷേത്രമാണ്. ശുക്രനാണ് ഇടവൻ രാശിയുടെ അധിപൻ. ഇടവം തുലാം ശുക്രക്ഷേത്രം എന്ന് പറയാറുണ്ട്. അപ്പോൾ അതിന് ശുക്രൻ അനുരൂപമായിട്ടുള്ള ഫലങ്ങൾ അതിലുണ്ടാവും. ശുക്രൻ ശയനകളത്രകാരകനാണ്, ഭോഗസുഖത്തിൻ്റെ ആളാണ്. അതൊക്കെയും അതിൽ വരണ്ടേ. പിന്നെ മാത്രമല്ല, ഇടവൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ അവസാനത്തെ 3 പാദം, രോഹിണി നക്ഷത്രം, മകീരത്തിൻ്റെ ആദ്യത്തെ 2 പാദം അടങ്ങുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ചന്ദ്രൻ്റെ ആശ്രയഫലമായിട്ട് പറയാറുള്ളത്. അപ്പോൾ അതിലെ സ്വഭാവ സവിശേഷതകൾ, ശരീരത്തിൻ്റെ പ്രത്യേകതകൾ, ഭക്ഷണശീലങ്ങൾ, ചില അടയാളങ്ങൾ ഒക്കെ ഈ ചന്ദ്രനെ ആശ്രയിച്ച രാശി കൊണ്ട് പറയാൻ സാധിക്കും. ആശ്രയഫലം എന്ന് പറഞ്ഞിട്ട് ഹോരയിലൊരു അധ്യായമുണ്ട്. ആ അധ്യായത്തിൽ കൃത്യമായിട്ട് ഈ ഒരു വിവരണം വന്നിട്ടുണ്ട്. വിവരണം വെച്ചാൽ വരാഹമിഹിരൻ കൃത്യമായിട്ട് പല ആളുകളും പലതരത്തിൽ ഹോര വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അപ്പോൾ വരാഹമിഹിരൻ്റെ ഹോരയിൽ കൃത്യമായിട്ട് ഇതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. നമുക്കതിൻ്റെ പ്രമാണം എന്താണെന്നുള്ളതൊന്ന് പരിശോധിക്കാം. ഇത് ജാതക വിഷയത്തിലേക്ക് മാത്രമല്ല, പ്രശ്ന വിഷയങ്ങളിലേക്കും അവനവൻ്റെ ബുദ്ധിക്കനുസരിച്ച് പല തരം കാര്യങ്ങളിലേക്കും ഇത് പ്രയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ശാസ്ത്രനിയമം വേണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്യോതിഷ വിദ്യാർത്ഥികൾക്കത് പ്രയോജനപ്പെടും. അതെങ്ങനെയാണ് അത് പ്രയോഗിക്കുക എന്നൊക്കെ ഉള്ളതിൻ്റെ സ്വഭാവ സവിശേഷതകളൊക്കെ വിവിധ തരത്തിലുള്ള ആൾക്കാർക്ക് ഉണ്ട്. ഇപ്പോൾ കാർത്തികയാണെങ്കിലും രോഹിണിയാണെങ്കിലും മകീരമാണെങ്കിലും എല്ലാവർക്കും ഇതേ സ്വഭാവം ഉണ്ടായിക്കൊള്ളുന്നില്ല. അതിൻ്റെ പ്രയോഗ സാമർഥ്യം ഗുരുനാഥനിൽ നിന്നും ശീലിക്കേണ്ടതാണ്. അത് തീർച്ചയായിട്ടും നല്ലൊരു ഗുരുനാഥൻ്റെ കീഴിൽ ജ്യോതിഷം പഠിക്കുമ്പോൾ നമുക്കത് കിട്ടും ചെയ്യും. അപ്പോൾ അതിൻ്റെ പ്രമാണം എന്താ നോക്കാം നമുക്ക്. കാന്തഃ ഖേലഗതിഃ പൃഥൂരുവദനഃ പൃഷ്ടാസ്യ വർഷംഗിത ത്യാഗീ ക്ലേശസഃ പ്രഭുക്കകുതവാൻ കന്യാപ്രജ ശ്ലേഷ്മള പൂർവൈർബന്ധുവിരാത്മജൈശ്ചരഹിത സൗഭാഗ്യയുക്തക്ഷമീ ദീപ്താഗ്നി പ്രമദാ പ്രിയസ്ഥിരസുഹൃത് മധ്യന്തസൗഖ്യോ ഗവി ഗോവ അഥവാ ഇടവം എന്നർത്ഥം. ഇതിന് നമുക്ക് ആദ്യം ഹോര എന്ന് പറയുമ്പോൾ അത്രയും ഗൗരവമുള്ളൊരു ശാസ്ത്രമാണ് കേട്ടോ, ബൃഹജ്ജാതകം അഥവാ ഹോര. അപ്പോൾ നമ്മൾ ആദ്യം അതിനെ പദം മുറിക്കണം, അന്വയിക്കണം. അപ്പോൾ ഇതിൻ്റെ അന്വയം മനസ്സിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിൻ്റെ അർത്ഥം നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കും. അപ്പോൾ ഇതെങ്ങനെ അന്വയിക്കുക? കാന്തക്കേലഗതി പൃഥുരുവദന പൃഷ്ടാസ്യ വർഷംഗിത. അപ്പോൾ ഇവിടെ ഇപ്പോൾ കർത്താവായിരിക്കുന്നത് ചന്ദ്രനാണ്. അപ്പോൾ ചന്ദ്രേ ഗവി വർത്തമാനേ ജാതഃ കാന്തഖേലഗതി പൃഥൂരുവദന പൃഷ്ടാസ്യ പാർശ്വേ അങ്കിത ജ്ഞാനി ത്യാഗി ക്ലേശസഹ പ്രഭുക്കകുതവാൻ കന്യാപ്രജശ്ലേഷ്മള പൂർവൈഃ ബന്ധുഭിः ആത്മജൈഃ ച രഹിതഃ സൗഭാഗ്യയുക്തക്ഷമീ ദീപ്താഗ്നിഃ പ്രമദാ പ്രിയസ്ഥിരസുഹൃത് മധ്യാന്തസൗഖ്യഃ ച ഭവതി. അങ്ങനെ ഭവിക്കുന്നു. ഇതിൻ്റെ സാരാംശം ഇത് ഹോരയാണ്. നമ്മൾ സംസ്കൃതത്തിൽ തന്നെയാണ് അതിനെ പറ്റിയിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. സംസ്കൃതം പഠിച്ച ആളുകൾക്ക് മാത്രമേ ജ്യോതിഷം വഴങ്ങൂ, അങ്ങനെയൊന്നുമില്ല. ആർക്കും പഠിക്കാൻ പറ്റാവുന്ന ഭാഷയാണ് സംസ്കൃതം. പക്ഷേ ജ്യോതിഷ തത്വങ്ങൾ, ജ്യോതിഷ നിയമങ്ങളൊക്കെ സംസ്കൃത ശ്ലോകം ചൊല്ലി അതിനെ നമ്മൾ പദം മുറിച്ച് അന്വയിച്ച് ഫലങ്ങൾ പറയണ സമയത്ത് അതിനൊരു ഭംഗി വേറുണ്ട്. നമ്മൾ മറ്റുള്ള ശാസ്ത്രങ്ങളെ പോലെയല്ല, വേദാംഗമാണ് ജ്യോതിഷം എന്നുള്ളത് മനസ്സിലാക്കുക. അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയാവൂ. ബുദ്ധ്വാശാസ്ത്രം യഥാന്യായം ബലാബലവിധാനതാ യഥോക്തം ജാതകേ സർവം തത്തത് പ്രശ്നേ വിചിന്തയേൽ. ശാസ്ത്രം ദൈവജ്ഞൻ്റെ ബുദ്ധിക്കനുസരിച്ചും ന്യായത്തിനനുസരിച്ചൊക്കെ നമുക്ക് പ്രയോഗിക്കാം. അത് ഹോരയിൽ അതിനുള്ള ലൈസൻസും നമുക്ക് തന്നിട്ടുണ്ട്. സ്വല്പം വൃത്തവിചിത്രമർത്ഥമഹുളം ശാസ്ത്രപ്ലവം പ്രാരഭേ. സ്വല്പേ ഉണ്ടാവുള്ളൂ. വൃത്തങ്ങൾ, പലതരത്തിലുള്ള വൃത്തങ്ങളുടെ അനുസരിച്ച് ശ്ലോകങ്ങളുണ്ട്. വിചിത്രമായിട്ടുള്ള അർത്ഥങ്ങൾ അതിന് ഗ്രഹിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഈ മഹാശാസ്ത്രത്തെ
സമുദ്രം കടക്കാനുള്ളൊരു പൊങ്ങുതടിയായിട്ട് ഞാൻ ഉപയോഗിച്ചോട്ടെ എന്നാണ് വരാഹമിഹിരൻ പോലും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്രയും ബൃഹത്താണ് ഈ ശാസ്ത്രം. വേദസ്യ ചക്ഷു, വേദത്തിൻ്റെ കണ്ണാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാണ്ട് നമ്മളിതിനെ തള്ളി പറയരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ മുഴുവൻ സംസ്കൃതത്തിലാണ് പറയണത്, അതുകൊണ്ട് ഞങ്ങൾക്കാർക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ധരിക്കാൻ പാടുള്ളതല്ല. ഓരോ ശാസ്ത്രങ്ങളും അതിൻ്റെ പ്രയോഗ സാമർഥ്യം ഏത് ഭാഷയിലാണോ നന്നായി വരുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമുക്കധികം ജ്യോതിഷ വിദ്യാർത്ഥികളും പല ആൾക്കാരും ജ്യോതിഷ പ്രേമികളൊക്കെ ഉണ്ട്, അത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന, ഇതിങ്ങനെ തന്നെ അറിയണം എന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം മെസ്സേജുകളാണ് വരുന്നത്. അപ്പോൾ മറ്റുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ, മറ്റുള്ളവരിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് നമ്മുടെ ചാനൽ നിലകൊള്ളുന്നത് ശാസ്ത്രത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി മാത്രമാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഫലങ്ങളാണ് പറയുക. പെട്ടെന്നുള്ള ടിപ്പുകളൊന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. എന്നാലും ശാസ്ത്രാധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ ഭംഗിയോടുകൂടി ശ്രവിക്കാൻ നമ്മുടെ ചാനലിൽ സാധിക്കും. അപ്പോൾ ചന്ദ്രൻ ഇടവത്തിൽ നിൽക്കുമ്പോൾ ജനിച്ച ആൾക്ക് കാന്തഃ ഖേലഗതിഹി പൃഥൂർവദനഃ. എന്താ അവിടെ പറഞ്ഞിട്ടുള്ളത്? കണ്ണിന് ആനന്ദത്തെ ഉണ്ടാക്കുന്ന ശരീരഭംഗി ഉണ്ടാവും. അത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും കേട്ടോ. ഇത് രണ്ട് തരം ആൾക്കാർക്കും കൂടിയിട്ടുള്ളതാണ്. മനുഷ്യനാണ്, അപ്പോൾ സ്ത്രീയും പുരുഷനും വേണ്ടിയിട്ടുള്ള ഫലമാണ്. അപ്പോൾ ഇടവത്തിൽ അതാണ് ഞാൻ പറഞ്ഞത്. ശുക്രൻ ഭോഗകാരകനാണ്, ആഡംബരത്തിൻ്റെ ആളാണ്, മനോഹരാംഗനാണ്. ചന്ദ്രനും അങ്ങനെ പറയാം അല്ലേ, മനോഹരാംഗനായിരിക്കുന്ന ചന്ദ്രൻ. മാത്രമല്ല ഇടവൻ രാശി ചന്ദ്രൻ്റെ ഉച്ചരാശിയാണ്. അപ്പോൾ അതിൽ നല്ല ഫലങ്ങളെ വരാവൂ. ചന്ദ്രൻ ഇടവത്തിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും കണ്ണിന് ആനന്ദമുണ്ടാക്കുന്ന ശരീരകാന്തിയോടു കൂടിയവനായിട്ടും കാണാൻ മനോഹരാംഗനായിട്ടും ഭവിക്കും. മനോഹരാംഗൻ ഭംഗിയോട് കൂടിയവെന്ന് അതിനെ അർത്ഥം. അതേപോലെ തന്നെ അവനവൻ്റെ കാൽത്തുടകൾ, അത് സാമുദ്രിക ശാസ്ത്രം കൂടിയിട്ട് അതിൽ ആചാര്യൻ പ്രയോഗിക്കുകയാണ്. കാൽത്തുടകൾ എങ്ങനെയായിരിക്കും? പരപ്പോടുകൂടിയ ഉരുണ്ട കാൽത്തുടകളും പരന്ന കാൽത്തുടകളൊക്കെ ഉണ്ട് അല്ലേ ആളുകൾക്ക്. പൃഥൂരുവദന പൃഷ്ഠ കാന്തഖേലഗതി പൃഥൂരുവദന, ഊരുവദനത്തോടു കൂടിയവൻ. ഊരുവദനം എന്ന് പറയുമ്പോൾ കാൽത്തുട എന്നാണ് അതിൻ്റെ അർത്ഥം. ഊരുവദനം, ഊരുവും വദനവും, ഊരുതുട വദനം മുഖം. അപ്പോൾ പരപ്പോടു കൂടിയിട്ടുള്ള മുഖത്തോടും പരപ്പോടുകൂടിയ കാൽത്തുടകളോടും കൂടിയവനായിട്ട് ഭവിക്കുന്നുവെന്നു. അതിൽ സാമുദ്രികമാണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അയാളുടെ ലക്ഷണം കണ്ട ഇയാൾ ഇന്ന നക്ഷത്രത്തിലാണെന്നുള്ളതൊക്കെ ഗ്രഹിക്കാൻ ബുദ്ധിയുള്ള ആളുകൾക്ക് സാധിക്കും. അതാണ് ഹോര പഠിച്ചാലത്തെ ഗുണം ഉണ്ടാവുക. അതേപോലെ തന്നെ പുറത്തോ മുഖത്തിങ്കിലോ ത്യാഗി പാർശ്വങ്കിത പൃഷ്ഠാസ്യ എന്ന് പറഞ്ഞു. പൃഷ്ഠം പുറം, പാർശ്വം വാരിപ്പുറത്തോ, അതായത് പുറത്തോ മുഖത്തിങ്കിലോ വാരിപ്പുറത്തോ സഹജമായിട്ടുള്ള അടയാളങ്ങളോട് കൂടിയവൻ. അപ്പോൾ അവനവൻ്റെ പുറത്ത്, മുഖത്ത്, വാരിപ്പുറം എന്ന് പറയില്ലേ നമ്മുടെ ശരീരത്തിൻ്റെ ഇടത്തെ സൈഡും വലത്തെ സൈഡും, അതാണ് വാരിപ്പുറം കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ പ്രത്യേകമായിട്ടുള്ള അടയാളങ്ങളോട് കൂടിയവനായിട്ടും. പിന്നെയോ ക്ലേശങ്ങളെ ദുഃഖങ്ങളെ സഹിക്കുന്നവനായിട്ടും. ത്യാഗി ക്ലേശസഹ എന്നല്ലേ, ത്യാഗി ദാനശീലനായിട്ടും ദുഃഖങ്ങളെ സഹിക്കുന്നവനായിട്ടും എന്നും പറഞ്ഞ് നടക്കാനൊരു ദുഃഖം ഉണ്ടാവും. അത് സ്വകാര്യ ദുഃഖമായിരിക്കാൻ വഴിയുണ്ട്. പ്രത്യേകിച്ച് പ്രണയപരാജയങ്ങളെ കൊണ്ടുള്ള ദുഃഖങ്ങളും അവിടെ പറയണം. കാരണം എന്താ? ശുക്രക്ഷേത്രമാണ്. അപ്പോൾ പ്രണയം ഹേതുവായിട്ടുള്ള ദുഃഖത്തെ സഹിക്കുന്നവനാണ് താങ്കളെന്ന് പറയേണ്ടതായിട്ട് വരും. അതൊക്കെ അവസരത്തിനനുസരിച്ചിട്ടേ പറയാവൂ, അങ്ങനെ അടിച്ച് പറയാൻ പാടില്ല. ആജ്ഞാശക്തി ഉണ്ടാവുക. പ്രഭുക്കകുതവാൻ കന്യാപ്രജശ്ലേഷ്മള. ആജ്ഞാശക്തിയോട്, തൻ്റെ ആജ്ഞയ്ക്ക് ശക്തി ഉണ്ടാവുക. നമ്മൾ ഒരു കാര്യം പറഞ്ഞു അത് മറ്റുള്ളവർ അനുസരിച്ചില്ലെങ്കിൽ അവരെ നാണക്കേടായി അല്ലേ. അപ്പോൾ കാര്യം പറഞ്ഞാൽ ആജ്ഞ കൊടുത്തു കഴിഞ്ഞാൽ അത് അനുസരിക്കുന്നവർ ഉണ്ടാവണം. അതിനുള്ള ആജ്ഞാശക്തി ഉണ്ടാവുക. പറയുന്ന വാക്കിന് ദൃഢതയും ശക്തിയും ഉണ്ടാവുക. പിന്നെയോ കകുതവാൻ, കഴുത്തിന് താഴെ പുറത്ത് ഒരു ഈ പൂഞ്ഞ പോലെയുള്ള മുഴ വെച്ചാൽ എന്നാൽ അപകടമുള്ള മുഴയില്ല കേട്ടോ. അത് ഈ ഒരു പൂഞ്ഞ പോലെയുള്ള ഒരു മുഴ എന്നാണ് ആചാര്യൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രത്യേകത ഉണ്ടാവുക. കഴുത്തിന് താഴെ പുറത്തൊക്കെ ആയിട്ട് ഉണ്ടാവണം. അപ്പോൾ പുറത്തെന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ പിറകുഭാഗം കഴുത്തിന് താഴെ ഉണ്ടാവണം കേട്ടോ.
കന്യാപ്രജകളുണ്ടാവുക, സ്ത്രീ സന്താനങ്ങൾ ഏറിയിരിക്കുക. ശ്ലേഷ്മളൻ കഫാധിക്യത്തോടു കൂടി കഫപ്രകൃതി ഉണ്ടാവുക, വാദപ്രകൃതി, പിത്തപ്രകൃതി, കഫപ്രകൃതി. അപ്പോൾ കഫം കെട്ടിയിട്ടുണ്ടാകുന്ന അസുഖങ്ങൾ അല്ലെങ്കിൽ കഫപ്രകൃതി ആയിരിക്കുക. അതേപോലെ തന്നെ ബന്ധുക്കളോട് വിരക്തനായിരിക്കും. ഇവിടെ ബന്ധുക്കൾ എന്താ, അത് നമ്മൾ നോക്കണം. ബന്ധുക്കൾ എന്താണെന്നുള്ളത് പൂർവേർബന്ധുവിരാത്മജ ഇഷ്ടരഹിത, അങ്ങനെ പ്രയോഗിക്കുക. പൂർവേർബന്ധുവിരാത്മജ ഇഷ്ടസഹിത എന്ന് പറഞ്ഞാൽ പൂർവ്വബന്ധുക്കളെ വേർപെട്ടു, അതായത് പൂർവ്വബന്ധുക്കൾ അവിടെ ഭാര്യാപുത്രന്മാരാണ്. അപ്പോൾ ആദ്യത്തെ ഭാര്യയും സന്താനങ്ങളോടും വേർപെട്ടവനായിരിക്കണം. ഇത് അനുഭവം ഉണ്ട് കേട്ടോ, ഒരുപാട് ആൾക്കാർക്ക് അനുഭവം ഉണ്ട്. അത് എല്ലാവർക്കും പ്രയോഗിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവസ്ഥയ്ക്കനുസരിച്ച് അവസരോചിതമായിട്ട്. പക്ഷെ അതങ്ങനെ ഒരു ദോഷമുണ്ട്. അത് ആദ്യത്തെ മകനെ പിരിഞ്ഞിരിക്കുന്ന ഒരാൾ ദുഃഖം, അതെന്നും എന്നോട് പറയുന്നൊരു ദുഃഖമുണ്ട് ഒരാൾക്ക്. ആദ്യത്തെ മകനെ പിരിഞ്ഞിരിക്കണോ, ആദ്യത്തെ മകനെ കാണാറുണ്ട് പക്ഷെ മിണ്ടാറില്ല എന്നൊക്കെ പറയുന്ന ആൾ ആദ്യത്തെ ഭാര്യ ഒഴിഞ്ഞു പോവുക. അപ്പോൾ രണ്ടാമത് ഇതൊക്കെ ഉണ്ടാവേണ്ട ഒരു ലക്ഷണമാണത്. പിന്നെയോ സൗഭാഗ്യയുക്ത, സൗഭാഗ്യത്തോടു കൂടിയവനായിരിക്കുക. ക്ഷമയുള്ളവനായിരിക്കുക. ദീപ്താഗ്നി എന്താ, ജഠരാഗ്നിയാണ് ദീപ്താഗ്നി അല്ലേ. ദീപ്താഗ്നി, ദീപ്തമായിരിക്കുന്ന അഗ്നിയോട് കൂടിയവൻ. ദീപ്തം എന്ന് പറയുമ്പോൾ ദീപിച്ചത്, ദീപിക്കുക, ജ്വലിക്കുക. ജഠരാഗ്നി, നല്ല വിശപ്പുണ്ടാവും, എപ്പോഴും നല്ല വിശപ്പോടു കൂടിയവനായിട്ട് ഭവിക്കണം എന്നുള്ളതാണ്. അഗ്നിബലത്തോടു കൂടി, ജഠരാഗ്നി ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക, എന്ത് തിന്നാലും വിശപ്പ് തീരില്ല എന്നർത്ഥം, മാറില്ല എന്നർത്ഥം. അതേപോലെ പ്രമദാപ്രിയ സ്ഥിര സുഹൃത്ത്, പ്രമദാപ്രിയകൾ, അത് ഗംഭീരമാണല്ലോ. സ്ത്രീകളോട് പ്രീതിയോടുകൂടിയവനും സ്ത്രീകൾക്ക് പ്രീതിയുള്ളവനും. അപ്പോൾ പെട്ടെന്ന് സ്ത്രീകളെ വളയ്ക്കുക, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാലേ സ്ത്രീകളെയൊക്കെ ഇങ്ങനെ വളയ്ക്കാൻ പ്രത്യേക ഒരു കഴിവുണ്ടാവുക. അത് ഒന്നും ഉണ്ടായിട്ട് പറഞ്ഞല്ല, ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞതെന്ന് മാത്രം. അപ്പോൾ സ്ത്രീകളെ പെട്ടെന്ന് വശത്താക്കാൻ സാധിക്കും. സ്ഥൈര്യത്തോടു കൂടിയ സുഹൃത്തുക്കളുണ്ടാവും. ഇന്ന് സ്ഥിരമായിട്ട് എന്ത് വന്നാലും, കൊടുങ്കാറ്റും പേമാരി വന്നാലും ശരി, കൂടെ നിൽക്കണ സുഹൃത്തുക്കളുണ്ടാവുക, നല്ല സുഹൃത്തുക്കളുണ്ടാവുക. അതാണ് നല്ല സുഹൃത്തിൻ്റെ ലക്ഷണം. നമുക്ക് സ്കൂളിലൊരു കഥ പഠിക്കാനുണ്ടായിരുന്നു അല്ലേ, ഒരു ആപതി മിത്രം, ആപത്തിൽ സഹായിക്കുന്നവനാണ് മിത്രം എന്നുള്ളത് നമുക്കതൊന്ന് മനസ്സിലാക്കാം. കുറേ കാര്യങ്ങളുണ്ട്, കഥയിലേക്ക് പോയി അപ്പോൾ അവിടെ എടുക്കും. അപ്പോൾ സ്ഥൈര്യത്തോടു കൂടിയ സുഹൃത്തുക്കളായിട്ടും. പിന്നെന്താ, മധ്യാന്ത സൗഖ്യോഗവി, മധ്യാന്തം എന്ന് പറയുമ്പോൾ യൗവനം, വാർദ്ധക്യം, അതാണ് മധ്യവും അന്ത്യവും അല്ലേ. നമ്മുടെ ജീവിതത്തിൻ്റെ മധ്യകാലം യൗവനം, അന്ത്യകാലം വാർദ്ധക്യം. അപ്പോൾ യൗവനത്തിലും വാർദ്ധക്യത്തിലും സൗഖ്യത്തോടു കൂടിയവനായിട്ട് ഭവിക്കും. അപ്പോൾ ചെറുപ്പത്തിൽ കുറച്ച് കഷ്ടതയൊക്കെ ഉണ്ടെങ്കിലും അവനവൻ്റെ യൗവനത്തിലും വാർദ്ധക്യത്തിലും ഈ നക്ഷത്രക്കാർക്ക് ജീവിത സൗഖ്യമുണ്ടാകും എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ശരിക്കും ഇത് പദം മുറിച്ച് അന്വയിച്ച് അർത്ഥം പറഞ്ഞാൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള അർത്ഥം ഗ്രഹിക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ തന്നെയാണത് പഠിക്കേണ്ടതും. അപ്പോൾ ഹോര പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇതൊക്കെ വ്യാഖ്യാനിച്ച അർത്ഥം, പദം മുറിച്ച വിഭക്തിയൊക്കെ നോക്കി പഠിക്കുക. അപ്പോൾ അത് പഠിച്ചതുപോലെ ഉണ്ടാവും. അല്ലാച്ചാൽ നമ്മളിങ്ങനെ പാട്ട് ചൊല്ലണ പോലെ ചൊല്ലാം, അത്രമാത്രമേ ഉണ്ടാവുള്ളൂ. എന്തായാലും സാധാരണക്കാർക്കും ജ്യോതിഷ വിദ്യാർത്ഥികൾക്കും മനസ്സിലാവുന്ന രീതിയിൽ അധ്യായം അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കുക, അതൊക്കെ ഉണ്ടോ എന്നുള്ളതൊക്കെ അറിയിക്കുക. ഒരുപാട് ആൾക്കാർ അനുഭവം കിട്ടുമ്പോൾ നമുക്കത് കൂടുതൽ പഠനത്തിന് വിധേയമാക്കാം. അപ്പോൾ ഈ വിവരങ്ങളൊക്കെ അറിയത് വെറുതെ കേട്ട് പോയാൽ പോരാ, നമ്മളത് കേട്ടത് കൊണ്ടൊരു പ്രയോജനം ഉണ്ടാവണം. ഒരു വീഡിയോ കേട്ടാൽ അതിൽ നിന്നൊരു പ്രയോജനം സിദ്ധിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ അധ്യായത്തെ സംബന്ധിച്ച് പറയാനുള്ളത്. അടുത്ത രാശിയിൽ നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പറയാം. മകീരം, തിരുവാതിര, പുണർത്തം നക്ഷത്രക്കാരുടെ സ്വഭാവങ്ങളൊക്കെ ചന്ദ്രാധിഷ്ഠിത രാശി വെച്ച് പറയാം കേട്ടോ. അപ്പോൾ വൈകാതെ തന്നെ അടുത്ത എപ്പിസോഡ് എത്തും. പിന്നെ കൂടുതൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് തന്നെ ചോദിക്കാം. പരമാവധി സംശയ നിവാരണം വരുത്തി കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഇതിൽ വോയിസ് ടൈപ്പ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ മെനക്കെട്ട് എഴുതി ഉണ്ടാക്കണം. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ നമുക്ക് സാധിച്ചില്ല എന്നും വരാം, ചില തിരക്കുകളെ കൊണ്ട് സാധിച്ചില്ല എന്നും വരാം. എങ്കിലും വാട്സപ്പിലൊക്കെ ചോദിക്കുന്ന ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. പരമാവധി സംശയം തീർത്തു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ മുഴുവൻ സമയം നമുക്കതിന് വിനിയോഗിക്കാൻ സാധ്യമല്ല, എന്നിരുന്നാലും പ്രേക്ഷകരുമായി പരമാവധി സഹകരിച്ചു പോകാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം, ശുഭദിനം.